വിപുലമായ നിലയിലുള്ള ഒരു ചുറ്റുപാട് രൂപപ്പെടുത്തി എടുത്തിരുന്നു എന്നുള്ളത് ആദരവുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ ജാക്സേട്ടനാണ് ഈ വർഷത്തെ അവാർഡ് കിട്ടിയിരിക്കുന്നത്. വളരെയേറെ അഭിമാനം. ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമുക്കറിയാം, സ്നേഹക്കൂട്ടിലുള്ള എല്ലാവരെയും കൂട്ടി അവരുടെ ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നും അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലായ്പ്പോഴും ഈ കഴിഞ്ഞ 2 വർഷക്കാലം ജാക്സേട്ടൻ കൂടി ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട MLA-യുടെ അഭ്യർത്ഥിക്കുകയാണ്. വിസ്മരിക്കാൻ സാധിക്കാത്ത ഓർമ്മകളാണ് ശ്രീ KV രാമചന്ദ്രൻ നമ്മളിലെല്ലാം നമ്മളോട് വിട പറഞ്ഞു പോയത്. സാമ്പത്തികത്തിലാണ് അദ്ദേഹം ജീവിച്ചു വന്നത് എന്നും നമുക്കറിയാം. കുടുംബത്തിൻ്റെ പേരിലുള്ള കുറച്ചുപേരല്ല ഇവർ സാമൂഹികമായ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന പങ്കെടുത്തു വരുന്നു. സ്വാഭാവികമായിട്ടും വരുന്ന അത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സൈദ്ധാന്തിക പുസ്തകത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഓരോ നിമിഷവും സംഘടിപ്പിച്ച KV രാമചന്ദ്രൻ ഫൗണ്ടേഷന്റെ ചെയർമാൻ KP ദിവാകരൻ തീരുമാനിക്കപ്പെടുന്ന നിലയിലുള്ള സാഹചര്യമുണ്ടാവും. പക്ഷേ കാത്തിരിക്കാതെ വന്നു ചെയ്യുന്ന ഒരു കാര്യമാണ് മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ തമാശയോട് പറയാറുണ്ട്, ചില PAയുടെയും KAയുടെയും ഒക്കെ ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊള്ളു ഭയങ്കര വേദാധികം. സുബ്രഹ്മണ്യനായി എന്തുകൊണ്ടാണ് ഓർമ്മിക്കപ്പെടുന്നത്? എത്രയോ സുബ്രഹ്മണ്യന്മാർ നമ്മുടെ നാട്ടിൽ ജയിച്ചു. സുബ്രഹ്മണ്യൻ്റെ നാടാണ് അത്. അവരുടെ നിരന്തരമായ കർമ്മഫലത്തിൻ്റെ അടയാളങ്ങളായിട്ടാണ് അത് ഉയർന്നു നിൽക്കുന്നത്. ആ നിലയ്ക്ക് ഓരോ വ്യക്തിക്കും ഈ ലോകത്ത് അവരുടെ പ്രവൃത്തിയുടെ അടയാളങ്ങൾ രേഖപ്പെടുത്താൻ കഴിയുമ്പോഴാണ് എപ്പോഴും ഓർമ്മകളിൽ വന്നു നിറയുന്നത്. അവരെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ രാമചന്ദ്രനെ സംബന്ധിച്ചും ഇങ്ങനെയൊക്കെയുള്ള കുറേ ഓർമ്മകളാണ് അദ്ദേഹത്തെ നമ്മളിൽ ജീവിപ്പിക്കുന്നത്. അദ്ദേഹം നല്ല കരാറോടിക്കാരാണ്. എനിക്കറിയാം, പെരിന്തൽമണ്ണയിൽ അധികം ഒരു പ്രവൃത്തി ശ്രീരാമകൃഷ്ണനായിരുന്നു അവിടുത്തെ MLA. ഞാനൊന്ന് MLA എന്നല്ല, ശ്രീരാമകൃഷ്ണൻ എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും അടുത്തറിയുന്ന ഞങ്ങളൊക്കെ സഹപ്രവർത്തകരായിട്ടുണ്ടായിട്ടുള്ളവരാണ്. അദ്ദേഹം രാമചന്ദ്രനോട് പറഞ്ഞത് ശ്രീരാമകൃഷ്ണൻ്റെ മണ്ഡലത്തിലാണ് ഞാൻ പണിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ശ്രീരാമകൃഷ്ണൻ്റെ മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞു, ശ്രീരാമകൃഷ്ണൻ നിങ്ങളുടെ മണ്ഡലത്തിൽ ഞങ്ങളൊരാൾ പണിയെടുക്കുന്നുണ്ട്. ഓ, രാമചന്ദ്രനല്ലേ എനിക്കറിയാം. അദ്ദേഹം ഞങ്ങളുമായിട്ട് ഒരു കരാറുകാരനായിട്ടുള്ള ബന്ധമല്ല. അദ്ദേഹം ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹം ഞങ്ങളിൽ അടയാളപ്പെടുന്നത്. രാമചന്ദ്രൻ ആ നാട്ടുകാരെ മറക്കില്ല. കടലാക്രമണം വരുമ്പോൾ തടഞ്ഞു നിർത്തുന്നതിന് പ്രതിരോധ ഭിത്തി ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമല്ല അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത്. നാട്ടുകാരെ ചേർത്ത് നിർത്തിയിട്ട് നാടിൻ്റെ വളരെ വൈകാരികമായിട്ടുള്ള വിഷയങ്ങളോട് പ്രതികരിച്ച് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ ഭാഗമായിട്ടുള്ള ഇടപെടലിൻ്റെ അടയാളമായിട്ടാണ് അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത്. കാസർഗോഡ് മേഖലയിൽ പോയ നിങ്ങൾക്ക് ആ ഓർമ്മകൾ തന്നിരുന്നു. അവിടെയുള്ള ജനപ്രതിനിധികൾ, അവിടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ, അവിടെയുള്ള സാധാരണ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കർമ്മനിരതമായിട്ടുള്ള പ്രവൃത്തിയെ അനുഭവത്തിൽ അറിഞ്ഞിട്ടുള്ളവരാണ്. അവരുടെ മനസ്സിൽ ആ മനുഷ്യൻ്റെ അടയാളങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞ് തനിക്കുള്ളത് നാടിൻ്റെത് കൂടിയാണെന്ന ബോധ്യത്തോടു കൂടി ചേർത്ത് നിർത്തിയിട്ടുള്ളവരുടെ എണ്ണം എത്രമാത്രം വലുതാണ്, എത്രമാത്രം വിസ്തൃതമാണ് എന്നാലോചിക്കുമ്പോഴാണ് നമുക്ക് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഓർമ്മിക്കപ്പെടുന്ന നിലയിൽ 4-ാം വർഷമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വൈകാരിക അംശമൊക്കെ മറ്റുള്ളവർ കുറഞ്ഞു വരും. കുടുംബത്തിൽ അത് കുറഞ്ഞു വരില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആളുകൾ വന്ന് ചേരുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ ചേർത്ത് പിടിക്കലിൻ്റെ സൗന്ദര്യമുണ്ട് ഈ കൂടിച്ചേരലിൽ, ഈ കൂട്ടായ്മയിൽ എന്നത് മുന്നോട്ടേക്ക്
അദ്ദേഹം എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തട്ടിമായിട്ട് ഒട്ടനവധി സന്ദർഭങ്ങൾ, എത്രയോ മണിക്കൂറുകൾ, എത്രയോ വിഷയങ്ങൾ, എത്രയോ ചിലപ്പോൾ പല വഴികളിലൂടെ എന്തിനാണ് ഇങ്ങനെ എന്ന വലിയ ചോദ്യമൊക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന നിലയിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. കാര്യമായിട്ടുള്ള ഒരു സമ്പത്തായിട്ട് ഞങ്ങളൊക്കെ മനസ്സിലധികം നടന്നു നിൽക്കുന്നു. നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യനായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ രീതിയിൽ, അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ ഇതൊരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടായിട്ട് എടുക്കേണ്ടി വരുന്നത് അത് എങ്ങനെയാണ് അങ്ങനെ ഒരിതിലേക്ക് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്നത്. ദിനത്തിൽ രാമചന്ദ്രന് അശ്വപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടും അദ്ദേഹം ചെയ്ത സ്നേഹനിർഭരമായ ഒന്നിങ്ങോട്ടേക്കോ ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ചവരെല്ലാം രാമചന്ദ്രേട്ടൻ വിളക്ക് കെട്ടുപോയി എങ്കിലും അവശേഷിപ്പിച്ചു പോയ വെളിച്ചം നമ്മിലെല്ലാം അവശേഷിപ്പിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. രാമചന്ദ്രേട്ടൻ്റെ ഓർമ്മകൾ നമുക്ക് മാർഗദർശിയായി നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ വേദി നമ്മളൊക്കെ തന്നെ എത്തിച്ചേരാൻ ഇടയായിട്ടുള്ളത്. ഈ രീതിയിലേക്ക് സ്നേഹത്തോടെ ഞങ്ങളെ ചേർത്ത് നിർത്താൻ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും മക്കൾക്കും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതിലുള്ള സ്നേഹവും ഞങ്ങളുടെ നന്ദിയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഞങ്ങൾ അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങളും ശിരസ് നമിക്കുകയാണ്. ഇവിടെ രാമേന്ദ്രേട്ടൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത്, സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഒക്കെ നടത്തിയിട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ചെല്ലാം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. സാധാരണഗതിയിൽ പരിണതപ്രജ്ഞരായ കലാ രംഗത്ത് വ്യക്തിമുദ്ര പതിച്ചിട്ടുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന ആളുകളെയായിരുന്നു കഴിഞ്ഞ 3 വർഷങ്ങളിലും പരിഗണിച്ചു വന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഈ വർഷം പലപ്പോഴും വളരെ നിശബ്ദമായിട്ടായിരുന്നു ഞാൻ ഈ രംഗത്ത് നടത്തി വന്നിട്ടുള്ള ഇടപെടലുകൾ എന്ന് പറയുന്നത്. അധികം പ്രകടനപരമായിട്ടായിരുന്നില്ല. പലപ്പോഴും അത്ര അടുത്തറിയുന്ന മനുഷ്യർക്ക് മാത്രമേ ഈ 10-20 വർഷക്കാലായി എവിടെയൊക്കെ മനുഷ്യനിങ്ങനെ പ്രയാസപ്പെടുന്ന നിലയുണ്ടാവുന്നു, മനുഷ്യനിങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു, അവിടെയൊക്കെ ഏതാണ്ട് 20 വർഷക്കാലായി നമ്മൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് പലപ്പോഴും എൻ്റെ ഒരു പ്രവർത്തന മേഖല പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ